അപ്പൊ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനിയാണ്. അപ്പൊ നമ്മളിന്ന് ഗ്രാനിയുടെ ആർഡ് മോഡിൽ സൂപ്പർ എസ്കേപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആ സ്പൈഡർ ഏഞ്ചലിന്റെ തലമുണ്ടൊക്കെ അടിച്ച് നമ്മളിന്ന് ആർഡ് മോഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത്ര നേരം കണ്ട് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ട് നേരെ കണ്ട് ചെയ്തോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഒക്കെ ഉണ്ട് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ ഇനി പോവാം. നമുക്ക് നേരെ പോയിട്ട് മറ്റേ ബുക്ക് വയ്ക്കാനുള്ള സ്ഥലത്തിൻ്റെ ആ സാധനം തുറന്നിടണം. ഓക്കെ, ഗ്രാനി വരുന്നുണ്ടോന്ന് അതിൻ്റെ മുന്നേ നോക്കാം. ഓക്കെ, ഇതുവരെ വന്നിട്ടില്ല ഗ്രാനി. നമുക്കിനി ഈ സംഭവം തുറക്കാം. ഓക്കെ, നമുക്കിനി പോയിട്ട് ബുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഗ്രാനി വരുന്നുണ്ട്. ഗ്രാനി നമ്മൾ പിടിക്കാൻ വരുന്നുണ്ട്. നമുക്ക് ഗ്രാനി വന്ന വഴി തന്നെ ഓടി പോവാം. ഗൈസ്, അപ്പോൾ ഗ്രാനിയുടെ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. വലിയ സീനില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓ, അവിടെ ഒരു വെപ്പൺ കീ ഒക്കെ വെച്ചെങ്കിൽ ഗ്രാനിനെ ഇപ്പോൾ തീർക്കായിരുന്നു. കുഴപ്പമില്ല, നമുക്കിനി നേരെ പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി ഈ ബോക്സ് തട്ടിയിട്ടിട്ട് നമുക്ക് ഈ വഴി പോവാം. ഓക്കെ, ഇവിടെ സ്പെഷ്യൽ കീ ഒക്കെ അതിൻ്റെ മണ്ടയിൽ ഇരിക്കുന്നുണ്ട്. നമുക്ക് എടുക്കാം, നമുക്ക് ആവശ്യം വരും എന്തായാലും. ഓക്കെ, നമുക്കിനി ഇവിടേക്ക് പോവാം. അയ്യോ, ആ പാട്ടപാത്രം വീണുണ്ട്. കുഴപ്പമില്ല, ഇപ്പം ഗ്രാനി മിക്കവാറും സൗണ്ട് ഇട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ ജനാല വഴി ചാടി പോവാം. ഗ്രാനി അവിടെ ജനാലേൻ്റെ അവിടെ ക്യാമ്പൊന്നും അടിക്കാണ്ടിരുന്നാൽ മതി. ഈ പ്രാതിത്തള്ളയാണ് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. ഓക്കെ, ഡോർ തുറക്കുന്ന സൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, ചാടിക്കോ. ഓക്കെ, നമുക്ക് ഈ വഴി ഇങ്ങനെ കറങ്ങി പോവാം. ഓക്കെ, ഈ സംഭവത്തിൽ ഉണ്ടോ? അവിടെ ഒന്നുമില്ലല്ലോ. ഓക്കെ, ഇതേ മേലാണ് ഇരിക്കണു. അത് നമുക്ക് എടുക്കാം. നമുക്കിനി കറങ്ങി പോയിട്ട് ആ മേലൻ്റെ ഉള്ളിൽ എന്തിനാ വെച്ചേക്കണേന്ന് നമുക്ക് നോക്കേണ്ടി വരും. നമുക്ക് ഈ വന്ന വഴി തന്നെ വീണ്ടും പോവാം. മേലൻ്റെ ഉള്ളിൽ കാർ കീയാ വെപ്പൺ കീയാ അങ്ങനത്തെ എന്തെങ്കിലും ആയാൽ മതിയായിരുന്നു. പാഡ്ലോക്ക് ഒന്നും കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. അവിടെ മാസ്റ്റർ കീയ, ഇതെന്ത് തേങ്ങ ഇത്? എപ്പോൾ വയ്ക്കാൽ ഈ മാസ്റ്റർ കീയ അതിൻ്റെ ഉള്ളിൽ വയ്ക്കുക. ഓക്കെ, ഇത് ഗ്രാനി വരുന്നുണ്ട്. മറ്റേ തണ്ണിമത്തൻ ഇതാക്കി എൻ്റെ സൗണ്ടിൽ. ചാടിക്കോ. ഓക്കെ, അപ്പോൾ ഗ്രാനി അവിടെ മണ്ടത്തെ അവിടെ പോയി നിൽക്കുന്നുണ്ട്. നമുക്കിനി മേലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ നോക്കി നോക്കാം. ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ കാർ കീ കിട്ടിയിട്ട് നമുക്ക് കാർ കീൻ്റെ ഡിക്കിയിൽ പോയി നമുക്ക് നോക്കി നോക്കാം. ചിലപ്പോൾ ഡിക്കിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് തുറന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെപ്പൺ കീ കിട്ടി. ഓക്കെ, വെപ്പൺ കീ കിട്ടി. ഇനി നമ്മളുടെ ഗ്രാനിയുടെ അന്ത്യം. ഗ്രാനിനെ അങ്ങോട്ട് തീർക്കാനായിട്ട് നമുക്ക് ആ കൊണ്ട് ക്രോസ് ബോ എടുക്കാം. ഓക്കെ, ഗ്രാനി അവിടെ ക്യാമ്പ് അടിച്ച് നിൽക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. അവിടെ സൗണ്ട് ഉണ്ടായില്ലോ. അവിടെ തിരിച്ചു പോവാം. സൗണ്ട് ഉണ്ടായി. നമുക്കിവിടെ നിൽക്കാം. ഗ്രാനി വന്ന് പോട്ടെ അവിടെ. ഓക്കെ, അപ്പോൾ ഗ്രാനിയൊക്കെ വന്ന് പോയിട്ടുണ്ട്. നമുക്കിനി തുറന്ന് ക്രോസ് ബോ എടുക്കാം. ഓക്കെ, ഒരു സിറിഞ്ച് എടുക്കാം. നമുക്കിനി ഈ ബോക്സ് തട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ മറ്റേ വിൻജാൻഡിലുണ്ട് കിണറൊക്കെ വരേണ്ട സാധനം. ഓക്കെ, ഇവിടെ ടെടി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഗ്രാനി ഇപ്പോൾ മിക്കവാറും വരും. അടിച്ചോ. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഗ്രാനിനെ അങ്ങോട്ട് തീർത്ത് വിട്ടിട്ടുണ്ട്. 30 സെക്കൻഡ് മാത്രമേ നിൽക്കുള്ളൂ പണ്ടാരടങ്ങാൻ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ മറ്റേ സ്ക്രൂ ഡ്രൈവർ അടിച്ച് പൊട്ടിക്കണം. ഓക്കെ, ആദ്യത്തിൽ തന്നെ കിട്ടും. അവിടെ മൂഞ്ചീറാ ഉന്നം തെറ്റിപ്പോയി. നമുക്ക് വീണ്ടും എടുത്ത് അടിക്കാം. ഓക്കെ, ഇതിലെന്തായാലും കൊള്ളും. ഓക്കെ, സോ നമുക്കിനി സ്ക്രൂ ഡ്രൈവർ എടുത്ത് മറ്റേ ഒരു സ്ക്രൂ അഴിക്കാണ്ടല്ലോ അവിടെ പോയിട്ട് നമുക്ക് സ്ക്രൂ അഴിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും. മിക്കവാറും അവിടെ സേഫ് കീ ആണ് കൂടുതൽ വട്ടം കിട്ടാറ്. നമുക്ക് ഈ പ്രാവശ്യം നോക്കി നോക്കാം. ഓക്കെ, സോ അതുമാതിരി തന്നെ സേഫ് കീ തന്നെ കിട്ടിയത്. നമുക്കിനി എന്തായാലും പോയിട്ട് സേഫ് തുറക്കാം. 30 സെക്കൻഡ് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നണ കണ്ടിട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും സേഫ് തുറക്കാം. ഓക്കെ, സോ ചെയിൻ കട്ടറാണ്. നമുക്ക് മറ്റേ ചെയിൻ കട്ട് ചെയ്യാൻ ആവശ്യമുള്ളതാണ്. പക്ഷെ ഇപ്പോൾ പോകാനായിട്ട് നമുക്ക് ബുക്കൊന്നുമില്ല കൊണ്ടുപോകാൻ. ബുക്ക് വെച്ചിട്ട് റെസ്റ്റി പാഡിലൊക്കെ എടുക്കണം അതിൻ്റെ ആണ് മുന്നേ. ഓക്കെ, സോ നമുക്ക് ഇനി ബുക്ക് തപ്പാം. എന്നിട്ട് മേലെ കൊണ്ടുവയ്ക്കാം. ഓക്കെ, സോ ഇതിൻ്റെ ഉള്ളിൽ ബുക്ക് ഇരിക്കുന്നുണ്ട്. ഗ്രാനി ഒന്നും ഇവിടെ ഇല്ലല്ലോ അല്ലേ. നമുക്ക് എന്തായാലും ഇനി ബുക്ക് കൊണ്ടുപോയി വയ്ക്കാം. ബുക്ക് വെച്ചിട്ട് റസ്റ്റി പാഡിലൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് ആ ചെയിൻ കട്ടർ കൊണ്ട് ചെയിൻ കട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്കിവിടെ കുത്തിയിരിക്കാം. ചിലപ്പോൾ എങ്ങാനും ഗ്രാനി വന്നാൽ ഈ വഴിക്ക് ഈ കസാര തട്ടിയിട്ടാലോ. ഗ്രാനി അവിടെ ഇടന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗ്രാനിനൊന്നും ഇവിടെ കാണില്ല. നമുക്ക് ഈ ചെയർ തട്ടിയിടാം. എന്നിട്ട് ഈ വഴി ഓടാം.
ആടാ മണ്ടത്തരം കാട്ടി. കുഴപ്പമില്ല. നമുക്ക് ഈ വഴി ഓടിപ്പോവാം. നമുക്കിനി താഴേക്ക് ചാടാം. ഓക്കെ സെറ്റായിട്ടുണ്ട്. ഏതാ ട്രാപ്പ് കൊണ്ടിട്ടേക്കണൂടെ ഇവിടെ കറക്റ്റ് ടൈമിൽ. ആടാ ഇത് കിട്ടണില്ല. മൂഞ്ചി. ഓക്കെ സോ നമുക്കിനി ക്രോസ് ബോർഡ് എടുക്കാം. ക്രോസ് ബോർഡ് എടുത്തിട്ട് അതിൽ സിറിഞ്ച് എടുത്തിട്ട് ഗ്രാനിനെ തീർക്കാം. ഗ്രാനി വരട്ടെ. അതിൻ്റെ മോന്തൊക്കെ ഇട്ട് പിടിക്കണം. എടാ വീട്ടിലോ എടാ ഗ്രാനി ആക്കി യൂസ് ചെയ്യണ്ടെന്നിട്ട് തോന്നുന്നത്. നമ്മൾ കറക്റ്റായിട്ട് വെടിയൊക്കെ വെച്ചതാണ്. ആ ഗ്രാനിയുടെ മറ്റേ ആ വടിയമ കൊണ്ടുവന്ന് എനിക്ക് തോന്നണേ. ഓക്കെ നമ്മളിവിടെ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഗ്രാനി വരട്ടെ. ഓക്കെ ഡോറ് തുറക്കുന്നുണ്ട്. ഓക്കെ തുറന്ന ചാടിക്കോ. ഓക്കെ സോ മറ്റേ റസ്റ്റി പാഡ്ലോക്കിയൊക്കെ മിക്കവാറും പായുണ്ടാവും. ഗ്രാനിയുടെ അമ്മാമ്മയുടെ അങ്ങോട്ട് ഗ്രാനി തള്ളയുടെ നിന്ന് വീണുണ്ടാവും. നമുക്കപ്പോൾ എന്തായാലും ക്രോസ് ബോർഡ് കൈ പിടിക്കാം. നമുക്ക് എന്തായാലും ഗ്രാനിനെ കൊന്നിട്ട് പോവാം. അല്ലെങ്കിൽ മറ്റേ റസ്റ്റി പാഡ്ലോക്കി എടുക്കുന്ന സമയത്ത് വന്ന് നമ്മളെ ചാമ്പു. ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ മറ്റേ സ്പാർക്ക് പ്ലഗ് അങ്ങോട്ട് ഉള്ളൂ. ഓക്കെ ഗ്രാനി വരുന്നുണ്ട്. അവിടെ ഗ്രാനി നമ്മളെ കണ്ടില്ലേ പൊട്ടത്തിൽ. ഓക്കെ അതിനെ തീർത്ത് വിട്ടിട്ടുണ്ട്. നമുക്കിനി പോയിട്ട് റസ്റ്റി പാഡ്ലോക്കി എടുക്കണം. ഓക്കെ സബ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് റസ്റ്റി പാഡ്ലോക്കി അല്ല, തെറ്റിപ്പോയി. സ്പൈഡർ കീ ആട്ടോ, തെറ്റിപ്പോയതാണ്. പണ്ടാറണി റസ്റ്റി പാഡ്ലോക്കി അല്ല, കാണുമ്പോൾ രണ്ടും ഒരേമാതിരി ഇരിക്കുന്നുണ്ട്. സ്പൈഡർ കീ വെച്ച് നമുക്കിത് തുറന്നിട്ട് നമുക്കിനി പോയിട്ട് ക്രോസ് ബോ വീണ്ടും എടുക്കണം. ഓക്കെ സോ നമുക്ക് വീണ്ടും ഗ്രാനിനെ കൊന്നിട്ട് പോവാം. 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടാവും മിക്കവാറും. ഓക്കെ ഇതേ ഗ്രാനിന് തീർക്കാം. ഓക്കെ നമുക്കിനി ചെയിൻ കട്ട് ചെയ്താലോ. പോയിട്ട് ചെയിൻ കട്ടർ എടുത്തിട്ട്. അയ്യോ ചെയിൻ കട്ടർ എവിടെയായിരുന്നു? താഴെ ഇരുന്നില്ല. അത് കുഴപ്പമില്ല. നമുക്ക് കിണർ പോരാൻ പോവാം. എന്തായാലും ഈ വഴി വന്നതല്ലേ. നമുക്കിനി വിൻജാൻഡിൽ എടുത്തിട്ട് നമുക്ക് കിണർ പോരാൻ പോവാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റേ ഹാമർ എങ്ങനെ കിട്ടുകയാണെങ്കിൽ യൂസ്ഫുള്ളാണ്. ഓക്കെ നമുക്ക് എന്തായാലും കിണർ പോരാം. എന്തെങ്കിലും നല്ലത് കിട്ടിയാൽ മതിയായിരുന്നു. എടാ അതിൻ്റെ ഉള്ളിൽ എന്തിട്ടാണ് സംഭവം? എന്തിനാ എടാ എൻജിൻ പാർട്ടാടാ. എന്ത് സ്വഭാവടാ ഇതിൻ്റെ. തണ്ണിമത്തന് മാസ്റ്റർ കീ, മറ്റേന്ന് എൻജിൻ പാർട്ട്. ഒരു ഗുണമുള്ളത് തരില്ല. നമുക്ക് എന്തായാലും ഇനി ഈ ചെയിൻ കട്ടർ എടുത്തിട്ട് പോയിട്ട് ചെയിൻ കട്ട് ചെയ്യാം. അതിപ്പോൾ നടക്കുള്ളൂ പണ്ടാരെടുക്കാൻ. ഓക്കെ സോ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ചാടാം. നമുക്കിനി പോയി ചെയിൻ കട്ട് ചെയ്യണം. അതിൻ്റെ മുന്നേ ഇതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോ? അവിടെ ഇവിടെ ഒന്നും വെച്ചിട്ടില്ലല്ലോ. ഓക്കെ നമുക്കിനി മറ്റേ സ്പൈഡർ ഏഞ്ചലിനെ അടുത്ത് തലമുണ്ട അടിച്ച് പൊളിക്കണം. നമുക്കിനി ചെയിൻ കട്ടർ കൊണ്ട് പോയി ചെയിൻ കട്ട് ചെയ്യാം. ഓക്കെ സ്പൈഡർ ഏഞ്ചലിനെ അങ്ങോട്ട് ഓടിയൊക്കെ പോയിട്ടുണ്ട്. അതൊന്നും വിഷയമില്ല, നമുക്ക് ഓടിപ്പോവാം. ഓക്കെ സോ ഇവിടെ സ്പൈഡർ ഏഞ്ചലിനെ ഒന്നും കാണുന്നില്ല. നമുക്ക് എന്തായാലും ചെയിൻ കട്ട് ചെയ്യാം. ഇനി നമുക്ക് മറ്റേ വുഡൻ്റെ സ്റ്റിക്ക് വേണം. പിന്നെ റസ്റ്റി പാഡ്ലോക്കിയും കൂടി മതി എസ്കേപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ ഇവിടെ സ്പൈഡർ ഏഞ്ചലിനെ വായം പൊളിച്ച് നിൽക്കുന്നുണ്ടല്ലോ. അവിടെ ഈ സ്പൈഡർ ഏഞ്ചലിനെ പോട്ടാൽ പണി കിട്ടിയില്ല. നമ്മളെ കടിച്ച് തിന്നല്ലെങ്കിൽ. ഓക്കെ അത് പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ സാധനം ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് സ്പൈഡർ ഏഞ്ചലിനെ അവിടെ നിർത്താം. എന്നിട്ട് നമുക്ക് ഈ വഴി പോയിട്ട് മേലെ മറ്റേ 2 മിസ്റ്ററി ബോക്സ് ഇല്ലേ, അവിടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും നോക്കാം. അവിടെ സ്പൈഡർ പിടിച്ചുറത്. ഓക്കെ നമുക്ക് എന്തായാലും ഇനി ഗ്രാനിനെ കൊന്നിട്ട് വീണ്ടും അവിടേക്ക് പോവാം. ഓക്കെ ഗ്രാനി ചത്തുണ്ട്. ഓക്കെ സോ അപ്പോൾ നമുക്കിനി മറ്റേ റിമോട്ട് കൺട്രോൾ വേണം. അതിനായിട്ട് ഇവിടെയാണ് റിമോട്ട് കൺട്രോൾ കിടക്കാറ്. ഓക്കെ ഇവിടെ ഇല്ല, ഇനി മറ്റേ സ്ഥലത്തായിരിക്കും. മറ്റേ കാക്കയുടെ ആ സ്ഥലത്തേക്ക് പോകണം. അവിടെ ഒരു റൂമിലായിരിക്കും ഇനി ഉണ്ടാവുക റിമോട്ട് കൺട്രോൾ. എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് നോക്കി നോക്കാം. ഇതേ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് റിമോട്ട് കൺട്രോള്. ആ റിമോട്ട് കൺട്രോളിൻ്റെ ഉള്ളിൽ മിക്ക വട്ടവും മറ്റേ വുഡൻ സ്റ്റിക്ക് കിട്ടാറുണ്ട്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. കിട്ടിയാൽ രക്ഷപ്പെട്ടു. എന്തായാലും പോവാം. ഗ്രാനി എഴുന്നേറ്റിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. എടാ ഗ്രാനി എഴുന്നേറ്റുണ്ടോ? ഗ്രാനി പിടിച്ചോ ഇത്ര ഇവിടെ നിന്ന് എഴുന്നേറ്റാ. ഓക്കെ സോ അപ്പോൾ നമുക്ക് വീണ്ടും ഗ്രാനിനെ അടുത്ത് തീർത്ത് കളയാം.
നമുക്കിനി റിമോട്ട് കൺട്രോൾ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊരു സംഭവം എന്ന് നോക്കണം. മാറിക്കണ്ട് തള്ളേ. ഓക്കെ സോ നമുക്കിത് റിമോട്ട് കൺട്രോൾ എടുക്കാം. ഇത് തുറക്കാം. ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ മറ്റേ പെപ്പർ സ്പ്രേ മാത്രമേ ഉള്ളൂ. വുഡൻ സ്റ്റിക്കൊന്നും ഇല്ല. ഇത് എന്ത് തേങ്ങത്. നമുക്ക് വീണ്ടും ഈ ക്രോസ് ബോ എടുത്ത് കൈ പിടിക്കാം. നമുക്കിനി പോകേണ്ടതെന്ന് പറഞ്ഞാൽ മറ്റേ സ്പെഷ്യൽ കീ എടുക്കണം. അതിൻ്റെ മുന്നേ നമുക്കിവിടെ പോയിട്ട് ക്രോസ് ബോ ഇട്ട് വയ്ക്കാം. നമുക്കിനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മറ്റേ സ്പൈഡറിനെ ട്രാപ്പ് ചെയ്തിട്ട് അതിൻ്റെ മേലെ എന്തിട്ടുള്ളതെന്ന് നോക്കണം. ഓക്കെ സ്പെഷ്യൽ കീ കൊണ്ടുവയ്ക്കാം നമുക്ക്. ഓക്കെ നമുക്കിനി ക്രോസ് ബോ എടുത്തിട്ട് ചെയ്യണം. അതിൻ്റെ മുന്നേ നമുക്ക് ഗ്രാനിനെ ഒന്ന് കൊല്ലണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്പൈഡറിനെ തീർക്കുന്ന സമയത്ത് ഇത് വന്ന് നമ്മളെ തീർക്കും. ഈ ഗ്രാനി ഇപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് വരും മിക്കവാറും. ഓക്കെ നമുക്കിത് വീണ്ടും തട്ടിയിടാം. ഓക്കെ അപ്പോൾ ഗ്രാനി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ ഗ്രാനി വന്ന. ഓക്കെ അപ്പോൾ ഗ്രാനി വരുന്നുണ്ട്. വാ 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 തീർക്ക്. ഓക്കെ ഗ്രാനിനെ തീർത്ത് വിട്ടിട്ടുണ്ട്. നമുക്കിനി സ്പൈഡറിൻ്റെ അവിടെ പോയിട്ട് സ്പൈഡറിനെ നമുക്ക് കറക്റ്റ് ഉന്നത്തിൽ ആ ബട്ടനും എറിയണം. അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ സ്പൈഡർ തീർക്കും. കറക്റ്റ് ഉന്നം പിടിക്കാൻ പറ്റണില്ലല്ലോ കൊണ്ടാറടങ്ങാൻ. അവിടെ പാളീറ. കുഴപ്പമില്ല, നമുക്ക് സ്പൈഡറിൻ്റെ അവിടെ ഒരു ഗ്ലിച്ച് ചെയ്യാം. സ്പൈഡർ വരണ സമയത്ത് പെട്ടെന്ന് എഴുന്നേക്കാണെങ്കിൽ സ്പൈഡർ സ്റ്റക്കാവും. കണ്ട ഇവിടെ സ്റ്റക്കായി. കുഴപ്പമില്ല നമുക്ക്. എടാ ഇത് ചീറ്റിംഗ് ഒന്നുമല്ലടാ, നമ്മൾ നൈസായിട്ട് അതിത്തൊരു ഗ്ലിച്ച് ട്രൈ ചെയ്തതാ. ഓക്കെ നമുക്ക് എന്തായാലും ക്രോസ് ബോ വീണ്ടും എടുക്കാം. ഗ്രാനി മിക്കവാറും ഇപ്പോൾ വരും. ഗ്രാനി മിക്കവാറും ഇപ്പോൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഗ്രാനിനെ തീർക്കാം. ഓക്കെ അതിനെ തീർത്ത് വിട്ടിട്ടുണ്ട്. നമുക്കിനി വീണ്ടും പോയിട്ട് ആ ബേഡ് സീഡ് എടുക്കാം. കാക്കയുടെ അവിടെ എന്തിനാണോ കൊണ്ട് വെച്ചേക്കണം അവർ. റസ്റ്റി പാഡ്ലോക്ക് ആയി മതിയായിരുന്നു. ഓക്കെ സ്പൈഡറിനെ കാണുന്നില്ലല്ലോ. അവിടെ സ്പൈഡർ വന്ന് നമ്മളെ കൊന്നുറാ. അപ്പം നമ്മൾ ഗ്ലിച്ചായി നിർത്തിയല്ലോ സ്പൈഡറിനെ. അവിടെ ഡേ 5 കഴിഞ്ഞുറാ. തേനൊട്ടി. അവിടെ ഹാർഡ് മോഡ് സൂപ്പർ എസ്കേപ്പ് പാളിപ്പോയി. അവിടെ പാളിറാ. നമ്മുടെ ക്രോസ് ബോ ഒക്കെ അവിടെ താഴെ കിടക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഗ്രാനി ഉണ്ട് നമ്മളെ തീർക്കാനായിട്ട്. എന്നാലും ഇത് സൂപ്പർ എസ്കേപ്പ് ഫെയിലായി. ഓക്കെ സോ അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഇഷ്ടമുള്ള ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹാർഡ് മോഡ് സൂപ്പർ എസ്കേപ്പ് പാളിപ്പോയി. അപ്പം നമ്മളൊരു ഹാർഡ് മോഡിൻ്റെ ഡോർ എസ്കേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തൊരു നേരെ പോയി അത് കണ്ടു. ഓക്കെ അപ്പോൾ നമ്മളിത് പാളിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വേണോ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത്. ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. വേറെ വല്ല ഗെയിം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ്